പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസങ്ങളായി വന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഓണം കഴിഞ്ഞ് ഓണത്തിന് മുൻപ് ഞാൻ കുറേ ദിവസങ്ങളായിട്ടൊന്നും വീഡിയോസ് ഇടുന്നില്ലായിരുന്നു കൂട്ടുകാരെ. ഒന്നാം ഓണത്തിൻ്റെ അന്ന് എല്ലാവരും ഓണമെല്ലാം അടിച്ചു പൊളിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞാനും അടിച്ചു പൊളിച്ചു. അങ്ങനെ കുറച്ച് ഓണം വിശേഷങ്ങൾ, ഓണത്തിന് ഞാൻ അനുഭവിച്ച നല്ല നല്ല കുറേ സംഭവങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെയാണ് കൂട്ടുകാരെ ഇന്ന് പറയുന്നത്. എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങനെ എല്ലാ വർഷത്തെയും പോലെ ഒരു ട്രിപ്പൊക്കെ പോയി. നമ്മുടെ കേരളം, നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി, കേരളം പോലെ തന്നെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് പോയത്, ഗോവ. ആളുകളെല്ലാവരും ഈ ഗോവയിലോട്ട് എന്തിന് പോകുന്നു എന്ന് ഞാൻ അറിയുന്നതിന് വേണ്ടിയാണ് പോയത്. നമ്മുടെ കേരളം ഗോഡ്സ് ഓൺ കൺട്രി അതുപോലെ തന്നെയാണ് ഗോവയും, ഒരു മാറ്റവും ഇല്ല. പ്രത്യേകിച്ച് എല്ലായിടത്തും മരങ്ങളും നല്ല ഭൂപ്രകൃതിയും നല്ല വനവും എല്ലായിടത്തും ബീച്ചുകളും വളരെ സുന്ദരമാണ്. നമ്മുടെ കേരളത്തിൽ എത്ര ബീച്ചുകളുണ്ട്, എവിടെയെല്ലാം ഉണ്ട്. നമ്മൾ പലതും തൊട്ടടുത്തുള്ളത് നമ്മൾ പലതും കണ്ടിട്ടില്ല. കണ്ടും കേട്ടും വല്ലവരുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതും കേട്ട് നമ്മൾ പോകുന്നു എന്താണെന്ന് അനുഭവിച്ചറിയാൻ. പക്ഷേ എനിക്ക് കേരളവും ഗോവയും ഒക്കെ കണ്ടതിൽ നിന്ന് ഒരു കാര്യം പിടികിട്ടി: നമ്മളെ നാടാണ് ഏറ്റവും ബെറ്റർ. ഇത് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മനസ്സിലാക്കണം. കാരണം നമ്മുടെ കേരളത്തിൽ കൊല്ലത്തായാലും മറ്റേത് ജില്ലയിലായാലും എത്രയോ നദികളും എത്രയോ ബീച്ചുകളും, ഇതിൽ നിന്ന് എത്രയോ സൗന്ദര്യമുള്ള നമ്മളെ കോവളം, എന്തെല്ലാം ബീച്ചുകളും എല്ലാം ഉണ്ട്. ഏറ്റവും നല്ല നാട് നമ്മുടെ കേരളം തന്നെയാണ് കൂട്ടുകാരെ, ഒരു വ്യത്യാസവും ഇല്ല. അവിടെ ചെന്നാൽ പിന്നെ ഇവിടുത്തെക്കാട്ടിലും ഇല്ല, വെസ്റ്റേൺ കൺട്രീസിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആളുകളൊക്കെ വരുന്നത് കൊണ്ട് ആ ഒരു പാരമ്പര്യമാണ്. അവരുടെ ഡ്രസ്സിങ്ങും അതൊക്കെയാണ് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഈ കന്നുകാലികളെയൊക്കെ കെട്ടിയിട്ട് വളർത്തും. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇവിടുന്ന് അങ്ങ് ചെല്ലുന്നത് വരെയും ഇടയ്ക്കെല്ലാം ഈ റോഡുകളിലെല്ലാം ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ കന്നുകാലി കൂട്ടങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് നടന്ന് റോഡിൻ്റെ മധ്യത്തൊക്കെ നിന്ന്, തണൽ കിട്ടുന്നിടത്തൊക്കെ നിന്ന്, ആരെങ്കിലും ഒരാൾ ഒരിടത്ത് ചെന്നപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പഴമൊക്കെ കുറേ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ എല്ലാത്തിനെയും ഓമനിച്ച് അവരെ ഭയങ്കര VIP പവറിൽ അവരെല്ലാം റോഡിൽ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുന്നു. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുന്നത് ഈ കന്നുകാലി കൂട്ടങ്ങളാണ്. ഇവിടെയാണെങ്കിൽ എല്ലാവരെയും കെട്ടിയിട്ട് വെള്ളം കൊടുത്തും അങ്ങനെയൊക്കെ വളർത്തുന്നു. അവിടെ അങ്ങനെയൊന്നുമല്ല. അവർ ഫ്രീ ബേഡായിട്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടന്ന് അവരുടെ അന്നം കണ്ടെത്തുന്നു. അതൊരു സ്പെഷ്യൽ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ബീച്ചുകളിലൊക്കെ ചെന്നാൽ എല്ലാവരുടെ ലേഡീസിൻ്റെയൊക്കെ ഡ്രസ്സ് കണ്ടാൽ നമ്മൾ ഞെട്ടും. അതാണ് ഒരു പ്രത്യേകത. കേരളത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഷോർട്സ് മാത്രമാണ് ലേഡീസൊക്കെ ധരിച്ചിരിക്കുന്നത്, ടോപ്പും ഷോർട്സും. അത് കാണുമ്പോൾ ആരായാലും ഒന്ന് നോക്കും അവരുടെ ഫിഗറും എല്ലാം. കാരണം കേരളത്തിലുള്ളവരുടെ ഒരു പ്രത്യേകത തുറിച്ചുകൊണ്ടാണെന്ന് ഞാൻ പലതിലും കണ്ടിട്ടുണ്ട്. നമ്മളറിയാതെ അങ്ങ് നോക്കിപ്പോകും അവരുടെ ഡ്രസ്സിങ്ങും എല്ലാം. പിന്നെ നമ്മൾ ഏതെങ്കിലും നല്ല കോസ്റ്റ്ലി അവിടെ എല്ലാം ചെന്നാൽ ഫുഡിനായാലും നമുക്ക് താമസിക്കണമെങ്കിലും എല്ലാം നല്ല എക്സ്പെൻസാണ്. അതൊരു ഇതാണ്. അതിനെക്കാട്ടിലും നല്ല ചെറിയ രീതിയിൽ പൈസ ചിലവാക്കി നമുക്ക് നമ്മളെ നാട്ടിലുള്ള സ്ഥലങ്ങളെല്ലാം കാണാം. അതൊരു പ്രത്യേകതയാണ്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ കണക്ക് തന്നെ എല്ലായിടത്തും തെങ്ങുണ്ട്. അതാണൊരു പ്രത്യേകത. തെങ്ങാണ് കൂടുതലായിട്ടും അവിടെ എല്ലാം ഉള്ളത്. വഴിയോരങ്ങളിലൊക്കെ ഈ പഴയ പാവപ്പെട്ട ആദിവാസികളുടെ കണക്കുള്ള കുറേ ആളുകൾ അവിടെ എല്ലാവരും ചെറിയ ഞാൻ നോക്കിയപ്പം കാണാം, ഈ വെള്ളരിക്കയാണ് എല്ലായിടത്തും. ഒരു 5-6 പാവപ്പെട്ട കർഷകരെല്ലാം ചിലയിടത്തിങ്ങനെ തടി കൊണ്ടുള്ളതുപോലെയൊക്കെ കെട്ടി വെച്ചിട്ട് അവിടെ ഒരുപാട് ക്വാണ്ടിറ്റി ഇല്ല, കുറച്ച് വെള്ളരിക്കയെല്ലാം കൊണ്ടിട്ട് വിൽക്കുന്നു. പിന്നെ കടകൾ, നമ്മൾ ചായ ഇവിടെ എല്ലാം സുലഭമായിട്ട് ഹോട്ടലുകളും ചായക്കടകളും എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഒരു സ്വഭാവമുണ്ട്, രാവിലെയും വൈകിട്ടും ഒക്കെ ഓരോ ചായ കുടിക്കണമെന്ന്. അതിന് അവിടെ വിചാരിച്ചാൽ നടക്കത്തില്ല. അങ്ങ് ദൂരെയാണ് ഒരു കടയൊക്കെ. ആ കടയിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കഴിയും ഒരു ചായ കിട്ടാൻ. അന്യായ റേറ്റുമാണ്. അവിടെ ചായ കുടി ശീലമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം പശുക്കളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്, പാലും എല്ലാം കിട്ടുന്ന സ്ഥലമാണെങ്കിലും ആ നാട്ടുകാർക്ക് അതിൻ്റെ ശീലമില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ എല്ലാം കൊണ്ടും കൊള്ളാം. വേറെ ഒരു കാര്യം
ഒരുപാട് ഫോർട്ടുകളും പള്ളികളും ഉണ്ട്. അത് കേരളത്തിലെ കണക്കല്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കങ്ങ് നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ പച്ചപ്പ് പിടിച്ച് അങ്ങ് കിടക്കുന്നു. പിന്നെ പുൽത്തകിടി പോലെ അങ്ങ് കാണുകയാണ്. പാറക്കല്ലുകളാണ്. ആ പാറയുടെ പുറത്ത് നമുക്ക് കയറി നിൽക്കാം, ഇരിക്കാം. അവിടെ ഏക്കറുകളോളം വ്യാപിച്ച് കിടക്കുന്ന ആ ഫോർട്ടിൻ്റെ സ്ഥലത്ത് നമുക്കിങ്ങനെ നടക്കാം. അന്യായ ഭംഗിയാണ്, പറയാൻ പറ്റത്തില്ല. ഗോവയെന്ന് പറയുന്നത് നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. ഈ ഫോർട്ടുകളും ഒരു പ്രത്യേകതയാണ്. ഒരുപാട് പള്ളികളും ഫോർട്ടുകളുമാണ് അവൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നുന്നത്. പിന്നെ നമുക്കതിൻ്റെ മുകളിൽ കയറി ബീച്ചുകളുടെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റും. 4 വശത്തും ബീച്ചാണ്. നമുക്ക് എല്ലായിടത്തും വനം പോലെയാണ് അകത്തെല്ലാം തോന്നുന്നത്. വലിയ വലിയ മരങ്ങളുണ്ട്. ഈ മയിലിൻ്റെയൊക്കെ കണക്കുള്ള ജീവികൾ ആ മരത്തിൻ്റെ മുകളിൽ കിടന്നങ്ങ് ശബ്ദം ബഹളമാണ്. നമുക്ക് അതെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ വണ്ടറടിച്ച് അവിടെ നിൽക്കും. വനത്തിൽ ചെല്ലുന്ന ഒരു അനുഭൂതിയാണ്. എന്നാൽ ഒരുപാട് ആളുകളൊന്നും ഈ ഫോർട്ടിൻ്റെ മുകളിലൊന്നും ഇല്ല. ഒരിടത്ത് ചെന്നപ്പോൾ ഒരു പാട്ടുകാരൻ ഈ വയലിൻ വായിക്കുന്നു, അതുപോലെ തന്നെ പാട്ടും പാടുന്നു. അങ്ങനെ കുറേ ആളുകളെല്ലാം അവിടെ നോക്കി നിന്ന് അതെല്ലാം കാണുന്നു. അവർ വീഡിയോ പിടിക്കുന്നു. വീഡിയോ പിടുത്തമാണ് കൂടുതലും. എല്ലാവരും അവിടെ ഇവിടെ എല്ലാം നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നടന്ന് കാണാനായിട്ട് ഒരുപാടുണ്ട്. ഫോർട്ടുകൾ ഒരുപാടുണ്ട്, പള്ളികൾ ഒരുപാടുണ്ട്. ബസലിക്ക എന്ന് പറയുന്ന പള്ളിയിൽ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോഡി 412 കൊല്ലം, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നമുക്കിങ്ങനെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ തലയുടെ മുകളിൽ കുറച്ചങ്ങ് ദൂരെയായിട്ട് ആ ബോഡി ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. നമുക്ക് നല്ല കൃത്യമായിട്ട് കാണാം. ഇത്തിരി നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ നല്ല വ്യക്തമായിട്ട് കാണാം. ആ ബസലിക്ക പള്ളിയൊക്കെ ഭയങ്കര ഒരു അനുഭവമാണ്. നമ്മൾ അതെല്ലാം പോയി കാണുന്നത്. ഒരുപാട് ആളുകൾ, ലോകത്തുള്ള ആളുകൾ, ലോകമെമ്പാടുമുള്ള ആളുകൾ അവിടെ വന്ന് നിത്യേന ഇതെല്ലാം കാണുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളെല്ലാം ഭയങ്കരമായിട്ടുള്ള കാഴ്ചകളാണ്. അതെല്ലാം നമുക്ക് എൻജോയ് ചെയ്യാം. പള്ളി പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഫോർട്ടുകളും ഒരുപാട്